സിയോ, ഞാൻ നാളെ ചെയ്തു തരാന്ന് പറഞ്ഞപ്പോ എന്റെ സാലറി കട്ടി എന്ന് പറഞ്ഞു എന്നെ പേടിപ്പിച്ച് കണ്ടില്ലേ നാറി. ഇപ്പതേ എന്റെ കൊച്ചിനെയും കൂടി നോട്ടിട്ട് അവളെയും സെറ്റാക്കാൻ നോക്കാം. ഇവനെ പോലുള്ളവരൊക്കെ തൊലി ഉരിച്ച് മുളക് തേച്ച് വറുത്തെടുക്കണം. സാറ് നല്ല പണി കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, ആ വൃത്തിയോട്ട് സിയോ ആണെങ്കിൽ എന്റെ കൊച്ചിന്റെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി വിടുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ ഞാൻ? ഇത് ആരുടെ മുഖമാണോ കണി കണ്ടത്? ദിവസം മുഴുവൻ എടാ താലടിച്ച് പൊട്ടിക്ക് ഞാൻ ഓടിക്കോ. നീ ഇന്നലെ വന്നു കയറി ഞാഞ്ഞൂളൊക്കെ എന്റെ തല കയറി നിരങ്ങാൻ നോക്ക. ഇവരൊക്കെ വീട്ടിൽ പോവാണോ? പിന്നെ ഈ ഓഫീസിലെ മുഴുവൻ ജോലിയും ഞാൻ തന്നെ രാത്രി ഒറ്റയ്ക്ക് കൂത്തിരുന്ന് ചെയ്യണമെന്നാണല്ലോ. എന്താടാ സിയോ വഴക്ക് പറഞ്ഞോ? അല്ലടി മടിയിൽ വെച്ച് കൊഞ്ചിക്കായിരുന്നു. വീണ്ടാതെ പോവാൻ നോക്കടി. മനുഷ്യ വെറുതെ പ്രാന്ത് മത്തങ്ങ വെറുതെ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കാൻ ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല. നീ ആരായാലും എനിക്കെന്താ, നിനക്കല്ലേ കണക്കിന് കിട്ടിയ. നോളെ കണ്ണുരുട്ടി നോക്കി പഠിപ്പിക്കുന്ന പോവാൻ നോക്കണേ. ഒറ്റത്തിന് ബഹുമാനമില്ലാണ്ടായി. അയ്യോ, സ്കൂളിലോട്ട് പോകുന്ന പിള്ളേരെ പോലെ എല്ലാവരും പോവാണല്ല. ഒരു ജില്ലാത്ത മുഴുവൻ ജോലി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഇതൊക്കെ ഏത് കൊല്ലം ചെയ്ത് തീരുമെന്തോ. ഇനി എന്തൊക്കെ വള്ളിക്കെട്ടാണാവോ എന്റെ പിന്നാലെ വരാൻ പോകുന്നത്. രക്ഷപ്പെട്ടു. എന്തായാലും എന്റെ ജോലി കഴിഞ്ഞു. എന്റെ പൊന്നു മച്ചാനെ, ഇത് എന്താടാ? ഇതെന്താ 2 ഫയലുമായിട്ട് വന്നിരിക്കുന്നത്? മീറ്റിംഗിനിടയ്ക്ക് പേയ്മെന്റ് ഇൻക്രീസ് ചെയ്ത് തരാന്ന് പറഞ്ഞല്ലേ? അതിനു വേണ്ടിട്ട് 2 ഫയലും എടുത്ത് ഓവർടൈം ചെയ്യാനുള്ള പരിപാടിയാ. ഭാഗ്യശാലിയാണോ നീ? എനിക്കറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് നിന്റെ മൂക്കടിച്ച് പരത്ത് ഞാൻ പിന്നെ എന്റെ വീട്ടുകാർക്ക് പോയി മനസ്സിലാവില്ല. ഒന്നും മിണ്ടാതിരിക്കട്ടെ. മനുഷ്യൻ വെറുതെ പ്രാന്ത് പറ്റില്ലേ? വേഗം തന്നെ പ്രമോഷൻ കിട്ടി വിജയിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. മോനെ നിക്കടാ, ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ്. എന്താടാ നിനക്കെന്താ ഇവിടെ തനിച്ചിരിക്കാൻ പേടിയാ? പേടിയാ? പേടിയുടെ അർത്ഥം എന്താന്ന് പോലും എനിക്കറിയില്ല. കുറച്ചു നേരം മുമ്പ് വലിയ കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പം എല്ലാം ഓക്കെ? നീ പാട് നോക്കി പോടാ. ക്ഷമിക്ക്, ഞാൻ പറയട്ടെ. അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടാ. ഞാൻ ഈ ചെറുപ്പത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തെ പേടിച്ചിട്ട് എന്റെ മൂത്രം വരെ പോറുണ്ട്. പാവം എന്റെ അമ്മ എന്നെ ചീത്ത പറഞ്ഞിട്ട് സ്നേഹം കൊണ്ട് അതൊക്കെ അമ്മ തന്നെ ക്ലീൻ ചെയ്യടാ. നിന്റെ ഈ കഥയൊന്നും കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇപ്പൊ തന്നെ നേരം വൈകി. ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. തന്നെയല്ല, എന്റെ വീട്ടില് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. എടാ നിക്കട പോലെ ഞാൻ നിന്റെ കാല് വീഴാൻ പോലും തയ്യാറാടാ. ഇനി നീ വീട്ടിൽ പോകുന്ന കാര്യം എന്നോട് പറയരുത്, പറഞ്ഞേക്കാം. നീ എവിടെ ഇരുന്നേ ഇരിക്കി, ഞാൻ പറയട്ടെ. അല്ല പിന്നെ എന്തൊരു കഷ്ടം നോക്കി. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. പക്ഷെ വീട്ടിൽ പോകാന്ന് പറയരുത്, ഞാൻ പെണം കേട്ടോ. ഇടാ, നീ എന്നെക്കാട്ടിലും വലിയ പേടിത്തോണ്ടല്ലോടാ. പോരാത്തിന് പേടിയില്ലാന്ന് ശരിക്കും അഭിനയിക്കുകയാണല്ലേ? അതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം എന്താ? ഞാനാണെങ്കിൽ എന്റെ വായിലെ നാക്കും വെച്ച് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് പറഞ്ഞ് പേടിപ്പിച്ച് സകല ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ജീവിച്ചു പോകാന്ന് വിചാരിച്ചു. ആ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കണ്ടില്ല അങ്ങേര്. നിന്നെ പോലെ രൂളയുടെ കാല് വരെ വീണ്ട അവസ്ഥ എനിക്ക് വരുത്തിയില്ലടാ. കണ്ടോ കണ്ടോ, അവസാനം നിന്റെ തനിതരം പുറത്തു വരുന്നുണ്ടോ? അത് അല്ല ജി, ഞാൻ ഈ പെട്ടെന്ന് പറഞ്ഞു പോയപ്പോ സത്യം പറഞ്ഞു പോയതാ. ശരി, എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാ ചെയ്. ഇവിടുത്തെ എല്ലാ പണിയും ചെയ്തിട്ട് അവസാനം ട്രാഫിക്കിൽ പെട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നേരം വെളുക്കൂടാ. ആ ഒന്ന് ആലോചിച്ച് നീ ഇപ്പൊ പേടിക്കാൻ വേണ്ട. ജസ്റ്റ് വൈറ്റ് ആൻഡ് സീ. ജസ്റ്റ് ഹാഫ് ആൻ അവറിൽ എന്റെ ജോലി മൊത്തം ഞാൻ തീർക്കോടാ. ഹാഫ് ആൻ അവറോ? നീ ആദ്യം 5 മിനിറ്റ് എന്നല്ലേ പറഞ്ഞേ? പിന്നെ 10 മിനിറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഹാഫ് ആൻ അവർ വേണോ അല്ലേ? നിന്റെ വർത്താനം കേട്ടോ നീ എനിക്ക് വിളിക്കാൻ പറ്റില്ല മോനെ, ഞാൻ പോവാ. നിക്ക് ഞാൻ പറയട്ടടാ. 10 മിനിറ്റ് മതിയെന്നേ. ഇതൊക്കെ തീർക്കാൻ ഞാൻ പുലിയല്ലേ? എടാ നമ്മൾ പോകുന്ന വഴിക്ക് നിനക്ക് ഈ മുളക് ബജി ഭയങ്കര ഇഷ്ടമല്ല, ഞാൻ വാങ്ങിത്തരാടാ. ഓ, കാര്യം കാണാൻ വേണ്ടിയല്ലേ? നേരത്തെ എന്നെ കുറിച്ച് അങ്ങനൊന്നും അല്ല പറഞ്ഞത്. ആദ്യം ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യടാ. വേഗം തീർക്കണം. എന്താണ് നോക്കുന്നത്? എന്ത് നോക്കിക്കൊണ്ടിരിക്കണോ? ചെയ്യണം. എന്റെ ജോലി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. ഏത് നേരത്താണോ നിന്നെയൊക്കെ? നീ ഒരുത്തൻ കാരണം എന്റെ ടൈം കൂടെ പോവാ. എന്താടാ ഓട്ടം കണ്ടിട്ട് നോക്കുന്നത്? വേഗം ചെയ്ത് തീർക്കടാ. അതെ, വല്ല കാമസൂത്രം വായിച്ചുകൊണ്ടിരിക്കാണ്. ഇത് എന്ത് ബുക്കാണെങ്കിൽ നിനക്കെന്താ? നീ നിന്റെ കാര്യം നോക്കി ജോലി കിടപ്പില്ല. ഇപ്പൊ എന്ത് വേണേലും പറഞ്ഞു. പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാടാ. എന്താ പറഞ്ഞ? അത് പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് എന്തിനാ തലയിടണമെന്ന് ആലോചിച്ചത്. പാർത്ഥസാരഥി, കൊറേ നേരമായിട്ട് ആ ബുക്കിൽ തന്നെ നോക്കിയിരിക്കണല്ലോ. ഇത്ര കാര്യമായിട്ടെന്താ വായിക്കുന്നത്? എടാ ഊളെ, ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര വലിയ കാര്യം എന്താ? ഓ പാർത്ഥസാരഥി, നീ ജ്യോതിഷമൊക്കെ വായിക്കാറുണ്ടോ? എടാ ജോലി തീർക്കണം. എടാ എന്നാലും നീ ചെയ്യുന്നത് ശരിയാണോടാ? നീ ചെയ്യുന്ന ജോലിക്കും ഇപ്പൊ വായിക്കുന്ന പുസ്തകം തമ്മില് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടോടാ? അല്ല ഈ കാലഘട്ടത്തിൽ നീ ഇതൊക്കെ വിശ്വസിച്ച് നടക്കാം? നോക്കൂ വിജയ്, ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലടാ. അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഉറപ്പായും പഠിക്കാൻ വേണം.
ഇവനെപ്പോലൊരു മരമുണ്ട്. നമ്മളിപ്പോ ഒരു ഫോറിൻ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഭാരതത്തിൽ, ഐ മീൻ ഇന്ത്യയില്. അങ്ങനെയുള്ളപ്പോ ഇവിടെ ജാതി, മതം, ഗോത്രം, ആചാരം, അനുഷ്ഠാനങ്ങൾ, രീതികൾ, വിശ്വാസങ്ങൾ ഇതൊക്കെ നമ്മൾ വളരെ കാലങ്ങളായിട്ട് പിന്തുടർന്നു വരുന്നതല്ലേ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലടാ നമ്മുടെ ജീവൻ തന്നെ മുന്നോട്ട് പോകുന്നത്. ഞാനിതിനൊരു ഉദാഹരണം പറയട്ടെ. നമ്മുടെ ഇന്ത്യൻസ് എത്രയോ പേര് കഴുത്തില് യന്ത്രങ്ങൾ, കയ്യില് ഈ ഏലസ് പോലുള്ളതൊക്കെ കിട്ടാറില്ലേ? നീ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. അത് മാത്രമല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനി എംപ്ലോയീസ് എല്ലാം രാവിലെ എഴുന്നേറ്റ ഉടനെ TV ഓൺ ചെയ്ത് അതിലെ ജ്യോതിഷ ഫലവും രാശി ഫലവും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടല്ലേടാ ഓഫീസിലേക്ക് തന്നെ വരുന്നത്. കൊറേ നേരം അത് നിർത്തറ. ഈ ജ്യോതിഷവും പൂജയുടെ കാര്യം എന്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. പാവം ജനങ്ങളെയും പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരിക്കല്ലേ. എന്നിട്ട് നമ്മളെയൊക്കെ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരില്ലടാ, അവർക്ക് ഇതിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത. അതും കൂടെ ചില ചാനലുകാരില്ലേ, അവരിത് ടെലികാസ്റ്റ് ചെയ്യാ. പാവം ജനങ്ങൾ ഇതൊക്കെ കണ്ട് വിശ്വസിക്കാണ്ട് വേറെന്ത് ചെയ്യാന്? നീ ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കാൻ നിന്റെ ജോലി ആദ്യം തീർക്കാൻ ഒന്ന് ക്ഷമിക്കടാ, അതേ തീരാറായി. ഇപ്പൊ ശരിക്ക് തരാം. അന്നേ ഈ ജോലി ഇന്നെങ്ങും തീരൂല. രണ്ടാം പാദത്തിൽ ഗുരുവിന്റെ പ്രവേശം. വിജയ്, നമസ്കാരം സാർ. സാർ അവിടെ അല്ലടാ, അങ്ങോട്ട് നോക്ക്. ജോലി തീർത്തോ? സാർ തീരാറായി സാർ. ഞാൻ തീർക്കും സാർ. ഞാൻ നാളെ തന്നെ സബ്മിറ്റ് ചെയ്യും സാർ. ഒരു ജോലി ഏൽപ്പിച്ച കൃത്യമായിട്ട് ചെയ്യാൻ നിനക്ക് കഴിയില്ല സാർ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും സാർ, ഉറപ്പായിട്ടും പറ്റും സാർ. ആ ഫയൽ ഇന്ന് തന്നെ ഫിനിഷ് ചെയ്തിരിക്കണം സാർ. ഫാസ്റ്റ്. ആയിക്കോട്ടെ സാറേ, ഇന്ന് തന്നെ എല്ലാ ജോലിയും ഞാൻ തീർക്കും. രാത്രി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, സകല ജോലി ഞാൻ ചെയ്തിരിക്കും. സാർ വേണമെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ എന്നെ ഇവിടെ നോക്കി നിൽക്ക്. ഞാനിവിടെ സാർ. അയ്യോ, എനിക്ക് വയ്യ. മെന്റലായെന്ന് തോന്നുന്നു. ഇവന് ഭ്രാന്തായി. കണ്ടില്ലേ ഇവൻ മരിച്ചിരിക്കുന്ന കണ്ടില്ലേ? ആ നാളല്ലാത്തവൻ ആ CEO ആണെങ്കിൽ ഞാൻ നോക്കി വെച്ച പെണ്ണിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ? ആ പെങ്കൊച്ചിന്റെ മുമ്പിൽ വെച്ച് എന്നെ മനപ്പൂർവ്വം നാളം കെടുത്താൻ വേണ്ടി ചെയ്തതാ. അങ്ങേര് ചെയ്ത് കണ്ട് ദേ ഒരുത്തിന് ഇവിടെ ഒന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ നോക്കി വെച്ച പെണ്ണാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ കൈ തൊഴുത് നിൽക്കാൻ തോന്നും നമുക്ക്. അത്രയും ഐശ്വര്യമുള്ളൊരു ദേവതയാണല്ലോ ആ മണഗുണാപ്പി കൂടെ കൊണ്ടുപോയിരിക്കുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ അറിഞ്ഞു കുത്തി പ്രാവുന്നേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അവളോട് സെറ്റാക്കി എടുക്കണം. നീ ഒരു അക്ഷരം വേണ്ടത്. അല്ല, ഈ ചിലരൊക്കെ പറയാറില്ലേ, നെറ്റി തേക്കാനുള്ള കുറി മേടിക്കാൻ പൈസ ഉണ്ടാവില്ല, എന്നാലോ ബ്രെഡ് തേക്കാനായിട്ട് ബട്ടർ വേണം അവന്. അതുപോലെ അത്. അല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. തുരുമ്പ് പിടിച്ചൊരു 2 വീലറിന് 6 ലിറ്റർ പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കാൻ ഞാൻ. ആ അവസ്ഥയിൽ കോടികൾ വിലയുള്ള ബെൻസ് കാർ പോലിരിക്കുന്ന അവളെ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനാടാ? എടാ, അവള് തേച്ച് വെച്ചിരിക്കുന്ന ലിപ്സ്റ്റിക് കണ്ടോ നീ? അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോടോ നീ? അവൾ അടിച്ചിട്ട് വരുന്ന പെർഫ്യൂം ഉണ്ടല്ലോ, എന്തിനാ അവൾ ഉള്ളിലിട്ടിരിക്കുന്ന എടാ കണ്ണിനുള്ളിലുള്ള ലെൻസിന്റെ കാര്യം പറഞ്ഞ അത് തന്നെ എത്ര കോസ്റ്റ്ലി ആണെന്ന് അറിയാം നിനക്ക്? അവളൊക്കെ ഉണ്ടല്ലോ നമ്മളെ പോലെ ഉണ്ണാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമുക്കൊന്നും ഈ ജന്മത്ത് കിട്ടാനും പോകുന്നില്ല. ഉള്ളത് പറയുകയാണെങ്കിലേ ബാങ്ക് ബാലൻസ് ആയിട്ട് ലക്ഷങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരില്ലേ, അവർക്ക് പറഞ്ഞിട്ടുള്ളതാ, അവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അല്ലടാ കാര്യങ്ങള്. ഒരു പെണ്ണൊരാണിനെ സ്നേഹിക്കുന്നത് വെറും പണത്തിന് വേണ്ടി മാത്രമല്ല, ആ പ്രണയത്തെ അവൻ ഒരു കലയായി കാണുന്നതുകൊണ്ടാണ്. അതെ, ഈ സാഹിത്യമൊക്കെ ഉണ്ടല്ലോ എന്റെ തലയിൽ ജന്മത്ത് കയറാൻ പോകുന്നില്ല. അതായത് പണം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ലാത്ത ചില കാര്യങ്ങള് ചില ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കാനുള്ളതാണ് ഈ പുസ്തകം. ഓഹോ, അപ്പൊ നീ വായിക്കുന്നത് ജ്യോതിഷമൊന്നും അല്ല, ഇപ്പൊ നീ വായിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏതോ ബുക്കാ. അതേതാന്ന് എനിക്കും അറിയണം. ഏയ് അതൊന്നും പറ്റില്ല, ഇത് ഞാൻ തരില്ല. എടാ, അത് താഴെ ഞാനൊന്ന് കണ്ടിട്ട് തരടാ. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. നോക്കിയേ, ഞാൻ ഒരു തവണ ചോദിക്കും, മര്യാദയ്ക്ക് തന്നാ നിനക്ക് കൊള്ളാം. നീ എത്ര പ്രാവശ്യം ചോദിച്ചാലും ഞാൻ തരില്ല. അവനോട് മാറ്റിയാ പരിപാടിയാണ് നീ കാണിച്ച എന്റെ ബുക്ക്. നീ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, എനിക്ക് എന്റെ ബുക്ക് കിട്ടണം. ചേടാ, ഒരു പുസ്തകത്തിന് വേണ്ടി വെറുതെ ഇങ്ങനെ തൊള്ള ഓർക്കലടാ. ഒന്ന് സമാധാനിക്ക്. നാളെ കാലത്ത് ആ ക്യാബിൻ തുറക്കുമ്പോ നിനക്ക് അവിടെ ചെന്ന് ഞാൻ തന്നെ എടുത്ത് തന്നാ പോരെ. ഒരു രാത്രി അവിടെ കിടന്നു വിചാരിച്ചാൽ പുസ്തകം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പോകാനൊന്നും പോകുന്നില്ല. വേണ്ട, എനിക്കിപ്പോ സമയമില്ല. ബുക്കിന്റെ പുറകെ ഒന്നും പോവാൻ പറ്റത്തുമില്ല. ബാഗ് എടുക്ക്, വീട്ടിൽ പോവാം. ആരല്ല പിന്നെ എന്റെ പുസ്തകം അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഞാൻ. എടുക്കടാ. നീ ഇത്ര നേരം എന്റെ കാല് പിടിച്ചിട്ട് ഇപ്പൊ നിന്നെ തനിക്കോണം കാണിക്കല്ലേ? എടാ കൊച്ചിറക്ക, എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്തു തീർത്തില്ലേ, പിന്നെ എനിക്കെന്ത്? ഇതല്ല എന്റെ മാസ്റ്റർ മൈൻഡ്. നോക്കിയേക്കാതെ പോവാൻ നോക്കടാ. നീ എന്നെ അടിച്ചല്ലേ? അടിച്ചു പോയില്ലേ? നീ വേണം പറഞ്ഞാ മതി. ഞാൻ ഓരോ നിനക്ക് അറിയില്ല. പോടാ പോടാ പോടാ.
കൊച്ചു പിള്ളേരെ പോലെ പുസ്തകം നോക്കി വെറുതെ കടമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ കിടക്കും. ഡാ, എനിക്ക് എന്റെ പുസ്തകം വേണോടാ. അയ്യേ എന്തോ നാടേ നിർത്തടേ. ഒരുമാതിരി കൊച്ചു പിള്ളേര് മിഠായി വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കാറുണ്ടല്ലോ. അതുപോലെ വെറുതെ ബുക്ക് വേണം എന്ന് പറഞ്ഞ് കുറെ നേരം ആയല്ലോ നീ. എടാ അതെ, നമ്മുടെ ഈ നാടുണ്ടല്ലോ, വിജ്ഞാനവും അറിവൊക്കെ വളർത്തിയെടുത്ത് ചൊവ്വാഗ്രഹത്തിൽ വരെ പോയി തിരിച്ചു വരാനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയ. പക്ഷെ നിന്റെ അവസ്ഥ എന്താന്ന് നോക്കി, ജ്യോതിഷം, ഭൂതം, ഭാവി എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ തലേ കയറി നിന്ന് നിരക അടിക്കും. ഞാൻ വെറുതെ കുറച്ച് ചെവിക്ക് വരുന്നതാ നടക്ക്. എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ പുസ്തകം കിട്ടണം. നീ എനിക്ക് ഞാൻ ഒന്ന് റെസ്റ്റും പോയിട്ട് വരട്ടെ. എന്റെ ബുക്ക് എടുത്ത് വെച്ചേക്കണം. വെറുതെ വെളിവില്ലാത്തവരത് പറഞ്ഞോളും. ഒന്ന് വേഗം വരാൻ നോക്ക്. അവിടെ തന്നെ വേരും മുളച്ചിരിക്കാൻ നിക്കല്ലേ. ആ വന്ന് നീ ഒരു പാട്ട് പാടുത്താ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. എന്തെങ്ങനെ ഒരു ശബ്ദം പറസാരതി കഴിഞ്ഞ ഒന്ന് വേഗം ഇറങ്ങി വാടാ, വീട്ടിൽ പോണ്ടേ. നരസമാനോട്ടൊന്നും മുള്ളാൻ പോസം മതിക്കില്ലേ? അത് പിന്നെ എനിക്കും ഇങ്ങനെ വയറിനൊരു സുഖമില്ലാണ്ടും ഇരിക്കാം. ഒരു മിനിറ്റ് ഞാൻ പോരാ. ഇത്രയും നേരം നിന്റെ കാര്യത്തിന് എന്നെ കൂടെ നിർത്തിയിട്ട് നിന്റെ തനിക്കുണം കാണിച്ചല്ലടാ. കാണിച്ചു തരടാ ഞാൻ ആരാണെന്ന്. ഒരുമാതിരി മറ്റോടത്തെ പരിപാടിയായി പോയി. പാർത്ഥസാരഥി എടാ, ഈ വാതിലോർക്കടാ. ഇവിടെ കറണ്ടില്ലടാ, വിളിച്ചൊന്നുമില്ലടാ. വെറുതെ കളിക്കാനൊക്കെയല്ല എനിക്ക്. കറണ്ട് വൃത്തിയിട്ടവനെ ഞാൻ പുറത്തിറങ്ങി വന്നാണ്ടല്ല. പാതിരാത്രി വെറുതെ കുട്ടികളെ കാണിക്കാൻ നിൽക്കല്ലേ, അടിച്ച് കൊല്ലുന്നില്ല ഞാൻ. എനിക്കറിയാവുന്ന കാര്യമല്ലേ, ഈ ഓഫീസിൽ കറണ്ട് പോയ അപ്പൊ തന്നെ ജനറേറ്റർ പേടിച്ച് തുറിത്ത് എന്നെ പോലെ ഒരു നാണം കിട്ടും വെറുതെ ആണുങ്ങളെ പറയിക്കാനായിട്ട്. താമസം എന്തേ വരുവാൻ പ്രാണസഖി. പാർസാരഥി, ഇന്ന് നിന്റെ ശവടക്കാടാ. കറണ്ട് പോയറിഞ്ഞില്ലേ? ഞാനാണെങ്കി അവിടെ ഇവനത്തെ എവിടെ പോയി? മച്ചാന നീ എവിടെയാ? പാർത്ഥസാരഥിയേ, പാർത്ഥസാരഥി, നീ അങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയാലേ പേടിക്കുന്ന ആളൊന്നും അല്ലട്ടെ ഞാൻ. എന്റെ അടുത്ത് നടക്കില്ല മോനെ, എന്നോട് കളിക്കല്ലേ, മനസ്സിലായോടാ? അയ്യോ, ആരോ നിക്കുന്നത് പോലെ. ഒരു മോതിരി ഇവിടെ നിന്ന് നോക്കുമ്പോ മൂർച്ചൊരു പോലെയാ കിടക്കുന്നത്. കിടക്കുന്ന കൂടെ പോവാം. എടാ കച്ചറട്ടവനെ, പാർത്ഥസാരഥിയേ, മുത്തേ എവിടെയാടാ? എന്റെ കൈ കിട്ടിയ കൊല്ലും ഞാൻ. എവിടെയാടാ? ഡോ എവിടെയാടാ? എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും നടന്ന് ശീലമില്ലാത്തതാ. പേടിച്ചിട്ടൊന്നുമല്ല. പാർത്ഥസാരഥി,